ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം അടക്കം അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെയെങ്കിലും താങ്കൾ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോടൊപ്പം നിൽക്കുമോ? അല്ലല്ല, മാധ്യമപ്രവർത്തകരോടൊപ്പം തന്നെയാണ് ഞാൻ. പക്ഷേ മാധ്യമപ്രവർത്തകർ തനി തോന്നിയാസം ഇപ്പോൾ ഇവിടെ കാണിച്ചൊന്നല്ല, തനി തോന്നിയാസം കാണിച്ചാലും ഇതൊക്കെ സബ്ജക്റ്റീവാണല്ലോ. ഇവിടെ മാധ്യമപ്രവർത്തകരെ നാലാം തൂണെന്ന് നമ്മൾ പറയാറുണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്, നാലാം ലിംഗക്കാർ എന്ന് നമ്മുടെ ഈ അഭിഭാഷകരിലെ ചില തെമ്മാടി മനസ്സിലുള്ള ആളുകൾ എഴുതി വെച്ചു. അതിനോടെങ്ങനെ നമ്മൾ അനുകൂലിക്കുക? നമ്മളതിനെ കർക്കശമായി എതിർക്കും, അത് തെറ്റാണെന്ന് പറയും. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് യഥാർത്ഥത്തിൽ അവിടെ ഹൈക്കോടതിയിൽ അഭിഭാഷക അസോസിയേഷൻ പാസ്സാക്കാത്ത ഒരു പ്രമേയം പാസ്സാക്കി എന്നൊരു പത്രത്തിൽ വാർത്ത വന്നു, തെറ്റായ വാർത്ത. പിറ്റേന്ന് ആ പത്രം തിരുത്തിയിട്ടുണ്ടത്. ആ തെറ്റായ വാർത്തയാണ് അന്ന് അഭിഭാഷകരെ പ്രകോപിപ്പിച്ചത് എന്ന് ജോസഫ് വാഴയ്ക്കന് എനിക്കൊക്കെ അറിയാലോ. അത് യാഥാർത്ഥ്യമാണല്ലോ. അന്ന് പ്രകോപനം ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടർക്കും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, രണ്ട് കൂട്ടർക്കും പരിക്കേറ്റിട്ടുണ്ട്, രണ്ട് കൂട്ടരുടെ തെറ്റുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന സംഭവം കൂടി നമ്മൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയരുത്, മറന്നു പോകരുത്. അത് ഗവൺമെന്റ് പ്ലീഡറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോഴും ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തുള്ള ആ വക്കീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർച്ച തന്നെയാണത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യുവിനോട് ഞാൻ പറയുന്നത്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ രണ്ട് പക്ഷം വാദപ്രതിവാദം ഞാൻ താങ്കളിലേക്ക് വരാം. വാർത്ത കൊടുക്കാറുണ്ട്. അതിന് CPM-ന്റെ വക്താക്കൾ വന്നിട്ട് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതുവരെ നിങ്ങളെ ആരെയും തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. KPCC-യിലും അങ്ങനെ സംഭവിക്കാറുണ്ട്, BJP-യിലും സംഭവിക്കാറുണ്ട്. പിന്നെ ഈ അഭിഭാഷക അസോസിയേഷൻ ഈ രണ്ട് വാദം എന്ന് പറഞ്ഞാൽ ഉടനെ കയ്യാങ്കളിയിലേക്ക് പോകേണ്ട എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിചാരം. കയ്യാങ്കളി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇരുഭാഗത്തും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതിനെതിരെ നടപടിയെടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അതല്ലാത്തൊരു സുരക്ഷിത പ്രദേശം കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ വേറെ ആരുടെയെങ്കിലും ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇന്നത്തെ SI പ്രവർത്തിച്ചത് എന്ന് സംശയമുണ്ടെങ്കിൽ അത് സംശയിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലത്തുള്ള നടപടിയും കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ജഡ്ജിക്കും അങ്ങനെ ഉത്തരവ് കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ ഉത്തരവ് കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. കൊല്ലം കോടതിയിലും വിധി പറയുന്നതിൽ നിന്ന് തടയുകയും അനധികൃതമായ സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു വിവരം കൊണ്ട് പിറ്റേ ദിവസം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യേണ്ടി വന്നു. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സ്വാർത്ഥനാണ്. ഞാൻ മാധ്യമപ്രവർത്തകരെക്കുറിച്ചല്ല, മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ്. അത് സംരക്ഷിക്കേണ്ടതും അതിനുവേണ്ടി വാദിക്കേണ്ടതും എൻ്റെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണ്. അതുകൊണ്ട് ഭരണഘടന നൽകുന്ന അവകാശം ജനാധിപത്യം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും, അമേരിക്കയിൽ ഫസ്റ്റ് അമെൻമെൻറ്റാണ് ഓപ്പൺ കോർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് അമെൻമെൻറ്റ് റൈറ്റ് എന്നാണ് ഓപ്പൺ കോർട്ടിനുള്ള റൈറ്റിനെ കുറിച്ച് പറയുക. ഇൻ ക്യാമറയിൽ ഏതെങ്കിലും ഒരു വിധി പ്രസ്താവം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഹിയറിംഗ് നടത്തണം. ഹിയറിംഗ് നടത്തിയിട്ട് ഇത് ഇങ്ങനെ സീക്രസി ആവശ്യമുള്ളൊരു കേസാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം അത് നടത്താൻ. അങ്ങനെ നടക്കുന്ന ഒരു വിഷയം. രണ്ട്, ഇപ്പോൾ നമുക്ക് പുതിയൊരു അവകാശം കൂടെ ഉണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ. അത് ഞങ്ങളുടെ അവകാശമാണ്, പബ്ലിക്കിൻ്റെ. ഇവിടെ ജുഡീഷ്യറി മാത്രമല്ല, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നും ക്യാബിനറ്റിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ വ്യക്തമായ സോഴ്സിൽ നിന്ന് അറിയുന്നില്ല. 2-3 ലൈനിലുള്ള ഒരു മെയിൽ വന്നിട്ട് ഇപ്പോൾ വാർത്തകളിലൊന്നും ക്യാബിനറ്റ് തീരുമാനങ്ങൾ പ്രാധാന്യത്തോടു കൂടി വരുന്നില്ല. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും പബ്ലിക്കിന് വാതിൽ കൊട്ടിയടയ്ക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതിന് കിളിവാതിലുകളല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഡയറക്റ്റ് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിൻ്റെ അവകാശമാണ്. അത് കിട്ടണം. അത് കിട്ടാത്തത് വലിയ പേടിപ്പെടുത്തുന്നൊരവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേരളമാണ് എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നതാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശം, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ, അവിടെയാണ് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ രജിസ്ട്രാറുടെ വിശദീകരണക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആ വിശദീകരണക്കുറിപ്പ് എന്നത് ചില വിലക്കുകൾ വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് നേരെ വെച്ച് നീട്ടുന്നു എന്നതിൻ്റെ വസ്തുത തന്നെയാണ്. കാരണം ഈ പറഞ്ഞ ചേംബറിലേക്ക് 2008 മുതൽ ചേംബറിൽ പോയാണ് ഈ വാർത്തകൾ കളക്ട് ചെയ്യുന്ന സാഹചര്യമുള്ളത്. ആ ചേംബറിലേക്കുള്ള പ്രവേശനം എന്നത് അതാത് ജഡ്ജിയുടെ വിവേചനാധികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവേചനത്തിനനുസരിച്ച് ചിലർ പ്രവേശിപ്പിക്കാം, ചിലർ പ്രവേശിപ്പിക്കാതിരിക്കാം. ഇനിയിപ്പോൾ മാധ്യമപ്രവർത്തകർ അത് ഓരോ ജഡ്ജിയും ഏത് ജഡ്ജിയാണ് പ്രവേശിപ്പിക്കുന്നത് എന്നതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഒന്ന് അവിടെ മീഡിയ റൂമിൽ ചെന്നിരുന്നാണ് ഈ വാർത്തകൾ കളക്ട് ചെയ്യാറുള്ളത്. അഭിഭാഷകർ വാർത്ത എത്തിക്കാറുള്ളത് ഈ മീഡിയ റൂമിലേക്കാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ മൗനമാണ് ഈ രജിസ്ട്രാറുടെ വിശദീകരണം. ഇതിൽ ഈ ചർച്ചകൾ നടക്കുന്ന വിഷയത്തിൽ എനിക്ക് ഏക മെറിറ്റുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് ഈ വിഷയമാണ്. പല കാര്യങ്ങൾ അഭിഭാഷകർ പറയുമ്പോഴും
ഇപ്പോൾ മീഡിയ റൂം പൂട്ടി എന്ന് വാക്കാൽ ആരോടോ പറഞ്ഞു എന്നാണ് അതാണ്, പറയുന്നത്. ഇതുവരെ ആർക്കും അറിയില്ല. ഇപ്പോൾ PROയുടെ ഈ ബാൻ ഉണ്ട് എന്നുള്ളതും ഇങ്ങനെ ആരോടോ പറഞ്ഞു എന്നാണ്. ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ പല അഭിഭാഷകരും കക്ഷികളുടെ അഭിഭാഷകരായ അവർക്ക് വിധി പ്രസ്താവമോ മറ്റ് വിവരങ്ങളോ കിട്ടുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ വരുന്നു. അത് കക്ഷിയോടുള്ള അവരുടെ അവകാശം അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല, അവരുടെ ഒരു ഒരു ഇനാക്ഷനായിട്ടോ അല്ലെങ്കിൽ കഴിവുകേടായിട്ടോ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ള ഒരു വിവരം അവരിവിടെ പലരും ഷെയർ ചെയ്തു. അടിസ്ഥാനപരമായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഇമ്മീഡിയറ്റ് കാരണങ്ങൾക്കൊക്കെ പുറകിൽ ഇങ്ങനത്തെ ചില കാരണങ്ങൾ ഒരു വാചകം കൂടി പറയട്ടെ. അവിടെ അത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ തൊഴിലിൻ്റെ മിടുക്കായിരിക്കാം അതെടുക്കുന്നത്. പക്ഷേ ജുഡീഷ്യറി അവരുടെ ഒന്നാമത്തെ ക്രിറ്റിസിസം ജുഡീഷ്യറിക്കെതിരെയാണ്. അങ്ങനെ സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്നതാണ് ജുഡീഷ്യറി എങ്കിൽ അവർ പ്രസ്താവിക്കുന്ന വിധിന്യായത്തെ നമ്മൾ ഭയപ്പെടേണ്ടി വരും ഇത്തരത്തിലുള്ള. പക്ഷേ ആ ക്രിറ്റിസിസം പല അഭിഭാഷകരുടെയും ഭാഗത്തു നിന്ന് ഇവിടെ വന്നു. അപ്പോൾ ഇത്തരം തർക്കങ്ങൾ അവർക്കൊരു ഇൻട്രോസ്പെക്ഷനും കുറച്ചും കൂടി ഒരു വ്യവസ്ഥയും കൊണ്ടുവരാനുള്ളതാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രസ് റിലീസിലുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതാത് ജഡ്ജിമാർക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ചേംബറിൽ ഒരാൾ വരികയും അവിടുന്ന് സോഴ്സ് കളക്ട് ചെയ്യണമെന്നുള്ളത് ആ ജഡ്ജിമാർക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഒരു ഡെക്കോറം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്ലാങ്കറ്റ് ബാൻ ആരെങ്കിലും ഏർപ്പെടുത്തിയതല്ല, അത് ജഡ്ജിമാർക്ക് വിടുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പുറകിൽ നമ്മളുടെ മുന്നിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഒരുപക്ഷെ അത്തരം ഒരു ഇൻട്രോസ്പെക്ഷൻ ജുഡീഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ടാവാം. കാര്യം പല മുതിർന്ന അഭിഭാഷകരും ഈ കൺസേൺ അങ്ങനെ ആദ്യ ദിവസം മുതൽ തന്നെ അവരെ ഒരു വിഷയം ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ചകളിൽ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും നമുക്ക് തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.